ഒരു കുടുംബചിത്രം ഇറക്കി ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ സംവിധായകർ ഈ കാലത്ത് പെടാപ്പാട് പെടുമ്പോൾ ആ ഒരു ടാസ്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭേദിച്ചൊരു സംവിധായകനായിരുന്നു സിദ്ദിഖ്. ചിത്രം സിദ്ദിഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തി 2003 പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചിലർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാസിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ ഫാമിലി ഇമോഷൻസിന് പ്രാധാന്യം നൽകി, എന്നാൽ ആക്ഷൻ സീനുകൾ, 3-4 അടിച്ചുപൊളി പാട്ട്, റൊമാൻസ്, തകർപ്പൻ കോമഡി ഇതെല്ലാം വളരെ കൃത്യമായി പ്ലേസ് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ ഫാമിലി എന്റർടൈനർ. കഥയിലേക്ക് വരുമ്പോൾ നായകൻ ഒരു ധനികനായ ബിസിനസ്സുകാരനാണ്, അതുപോലെ ബാച്ചിലറും. നായകൻ സ്ത്രീകളോട് വളരെയധികം അകലം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. നായകന്റെ ഈ ചിന്താഗതിക്ക് പിന്നിൽ വളരെ ശക്തമായൊരു കാരണമുണ്ട്. അങ്ങനെയിരിക്കെ നായകന്റെ ജീവിതത്തിലേക്ക് നായിക വരുന്നു. സ്ത്രീകളോട് അകലം പാലിക്കുന്ന നമ്മുടെ നായകനെ നായിക പ്രേമിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് കഥ. കഥയിലെ ഭൂരിഭാഗം കഥാപാത്രങ്ങളെയും പരസ്പരം പ്രത്യേക രീതിയിൽ ബന്ധപ്പെടുത്തിയ ഒരു സോളിഡ് സ്റ്റോറി ലൈനാണ് ഈ ചിത്രത്തിൻ്റെത്. സോ ഞാൻ ആദ്യം പറഞ്ഞ വൺ ലൈൻ മാത്രമല്ല ഈ ചിത്രത്തിന്റെ കഥ. ചിത്രത്തിലെ ലാലു അലക്സിന്റെ ഈ റീ എൻട്രി സീൻ അത്യാവശ്യം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് കല്യാണപ്പന്തലിൽ വെച്ചുള്ള മമ്മൂട്ടിയുടെ ഈ ഫൈറ്റ് സീനും അടിപൊളിയായിരുന്നു. രണ്ടാം പകുതിയിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാനവിടെ പറയുന്നില്ല. നടി രംഭയുടെ കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് തമിഴ് നടി ജ്യോതികയായിരുന്നു. കാര്യം അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ രംഭ ചെയ്ത കഥാപാത്രത്തിന് ഉണ്ടായിരുന്നെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ഡോമിനേഷനുള്ള സ്ത്രീ കഥാപാത്രം അത് നടി ഇന്ദ്രജയുടെ കഥാപാത്രമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവാം നടി ജ്യോതിക ഈ നായിക കഥാപാത്രം ഒഴിവാക്കിയത്. വൻ സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം പിന്നീട് തമിഴിൽ വിജയകാന്ത് നായകനായി എങ്കൾ അണ്ണ എന്ന പേരിലും തെലുങ്കിൽ ജഗപതി ബാബു നായകനായി കുശി കുശിക എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു. നല്ല രീതിയിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒന്നാണ് ഇതിലെ കോമഡി സീനുകൾ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സൂര്യ കോമഡിയിൽ ഈ കോമഡി സീനുകൾ വരാത്ത ഒരു ദിവസം പോലും ഇല്ല. ഈ ഒരു ചിത്രം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.